ഇവന് ഈ വീട്ടിൽ ആരെക്കാളും എന്നെയാണ് ഇഷ്ടം കൂടുതൽ. അതറിയാന്നുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ചേട്ടനായാലും പിള്ളേരായാലും ഒക്കെ എല്ലാവരും ഇഷ്ടമാണെങ്കിലും ഇപ്പം ഞാൻ എവിടെയുണ്ടോ അവിടെ അവൻ കാണത്തുള്ളൂ. റൂം അതെ. പിന്നെ ഇപ്പം ഇവിടെ താഴെ കിടക്കുന്നു എന്ന് ഉറങ്ങണ അവൻ്റെ അടുത്ത് നിന്നായിരിക്കും ഞാൻ ചിലപ്പോൾ ശ്രീകുട്ടിയുടെ റൂമിലോട്ട് പോണേ. ആ ഉറക്കത്തിൽ നിന്ന് ഇറങ്ങി ഓടി വരും അവന് ഒരു മിനിറ്റ് ഗുണ്ടുവേ ഒരു മിനിറ്റ് എന്നെ കാണാതിരിക്കാൻ പറ്റൂല. അതുപോലെ എവിടെ പോയാലും എൻ്റെ കൂടെ കാണും. പക്ഷെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ, അവരെ കൂടെ ഒന്നും അവൻ പോകത്തില്ല, പടിയൊന്നും കയറത്തില്ല. അവരെത്രയോ പ്രാവശ്യം അവരെ മുറിയിൽ പോയി ഒന്നും അവരെ കാണാനൊന്നും അവൻ പോകത്തേയില്ല. അവർ വന്നോളും, വേണമെങ്കിൽ വന്നോളും. പക്ഷെ ഞാൻ അവരെ റൂമിൽ പോവുകയോ ഞാൻ ഇല്ലെങ്കിൽ മാത്രം ഞാൻ ഇല്ലെങ്കിൽ പിന്നെ അവൻ ഓടിപ്പോവും ചേച്ചിയുടെ അടുത്ത്. ചേച്ചി കതു പൂട്ടിയിരിക്കണമെങ്കിൽ കതു ഇങ്ങനെ കൊട്ടും, അമ്മ പോയി എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല എന്നവൻ ഒരിക്കലും എൻ്റെ പ്രസൻറ്റ് ഇല്ലാതെ അവൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇനി ഞാനില്ലെങ്കിൽ ഉടനെ ചേച്ചിമാരുടെ അടുത്ത് പോകും. വെള്ളം അടിക്കാനൊക്കെ പുറത്ത് പോകുമ്പോഴത്തേക്കും ഓടി റൂമിൽ വരും. അമ്മയുടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ താഴെ വരും. ഞാൻ എവിടെയെങ്കിലും പോയാൽ ഓടി ശ്രീകുട്ടിയുടെ റൂമിൽ പോകും എനിക്ക്. പിന്നെ അത് കഴിയുമ്പം ഞാൻ വന്ന ഉടനെ താഴെ ഇറങ്ങി വരും. പിന്നെ ഞാൻ എവിടെ ഇരിക്കുമോ, ഇപ്പോൾ ശ്രീകുട്ടിയുടെ റൂമിലാണെങ്കിൽ അവിടെ വരും. ഇനി അതിലും മുകളിൽ പോകണമെങ്കിൽ അവിടെ വരും. ഇന്ന് എന്നെ അമ്മ പറയുന്നത് ഞാനും അമ്മയ്ക്ക് പിന്നെ എന്തു പറയാനാ, വന്നപ്പോഴേക്കും അത് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കയ്യിൽ നിന്ന് പോയി. പിന്നെ അമ്മ വന്നപ്പോൾ പിന്നെ പറഞ്ഞു വേണ്ടടാ, എന്നെ നീ സ്നേഹിക്കണ്ട, എനിക്ക് ഇനി ആരെയും സ്നേഹിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി ഉയരോട്ട് പോയി. ഉയരത്തെ ശ്രീകുട്ടിയുടെ റൂമിലോട്ട് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് അങ്ങനെ അവിടുത്തെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുക അമ്മ. അല്ലാതെ പിന്നെ എവിടെ പോയാലും ഞാൻ എവിടെയുണ്ടോ അവിടെ അവനും ഉണ്ട്. ഇങ്ങോട്ട് എന്നെ നോക്കടാ എൻ്റെ പൊന്നെ. അതുകൊണ്ട് ഇവിടെ പിള്ളേർ എപ്പോഴും പറയും അമ്മ എവിടെ ഉണ്ടോ അവിടെ ഗുണ്ടുവും കാണും. ഞാൻ ശ്രീകുട്ടിയിലേക്ക് റൂമിൽ ചെന്നാൽ ഉടനെ കട്ടിൻ്റെ താഴെ വന്നിരിക്കും. ഇനി ഞാൻ ടി വിയും കണ്ടുകൊണ്ട് ഹാളിലാണിരുന്നാൽ അവിടെ ഇരിക്കും. എന്നിട്ട് നേരെ ഞാൻ എൻ്റെ റൂമിലോട്ട് വന്ന് ഇത്തിരി കിടക്കാനൊക്കെ ആയിട്ട് ഇപ്പം വന്നപ്പോൾ ഓടി ഇവിടെ വന്നു. അങ്ങനെയാണ്. അവന് ഒരു സെക്കൻഡ് പോലും എൻ്റെ പ്രസൻറ്റ് ഇല്ലാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് അമ്മ പറഞ്ഞ് മക്കളെ ഇത്രയും ഇങ്ങനെ സ്നേഹിക്കരുത്, ഇനിയൊക്കെ ശ്രീകുട്ടി ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ വരും, അപ്പം നമുക്ക് അവനെ വിട്ടിട്ട് എന്തെങ്കിലും പോയാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ആ സിറ്റുവേഷൻ പോലും ഞാൻ ആലോചിക്കുന്നില്ല. അങ്ങനെയാണ് ഇരിക്കുന്നത്.